വെൽക്കം ടു സിമിസ് നാടൻ കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ ചിക്കനിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 12 വെളുത്തുള്ളി, ഒരു ചെറിയ വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിലിട്ട് അരയ്ക്കേണ്ട, ഒരു കലയിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ചതച്ചിട്ട് വരാം. 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിക്കനിലേക്ക് നമ്മളിപ്പം ചതച്ച് വെച്ചില്ലായിരുന്നോ, ആ ഉള്ളിയും ഇഞ്ചിയൊക്കെ കൂടെ അതെല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഇതങ്ങോട്ട് മിക്സ് ചെയ്യണേ. അരച്ചെടുത്തിരിക്കുന്ന ആ അരപ്പെല്ലാം കൂടെ ഈ കഷ്ണത്തിൽ നന്നായിട്ട് പിടിക്കണം. നമ്മളിപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മൾ സവാളയൊക്കെ വഴറ്റുമ്പോൾ അതിലേക്ക് നല്ലപോലെ ചേർക്കാം. ഇനി ഇതിപ്പോൾ നല്ലതായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ വരട്ടാൻ വേണ്ടിയിട്ട് 2 വലിയ സവാളയാണ് വേണ്ടത്. ഇത് നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെക്കാം. പിന്നെ 2 വലിയ തക്കാളി വേണം. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം വേണ്ടത്. കുഞ്ഞിതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇപ്പോൾ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ വേണം. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ മറ്റേ ചിക്കൻ്റെ അകത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി സവാള ഞാനിങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് വിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വിട്ട് വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം ഓരോന്നൊന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് ഇത് ചേർക്കാം. ഈ സവാള ഇട്ട് കഴിഞ്ഞാൽ തീ കൂട്ടി തന്നെ വെക്കണം. അപ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മൂത്ത് വരത്തുള്ളൂ. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായിട്ട് വരണം സവാള. സവാളയിലേക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. നമ്മൾ മറ്റേ ചിക്കൻ്റെ അകത്ത് ഉപ്പിട്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സവാളയിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കുന്നത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ഇപ്പോൾ സവാള മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അതും ഇതിലേക്ക് ചേർക്കാം. തക്കാളി ഇട്ടതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെക്കുമ്പോഴത്തേക്ക് തക്കാളി നല്ല പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ കുറച്ച് സമയം ഇത് അടച്ച് വെച്ചേക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തക്കാളി ഉടഞ്ഞു വരണം. അപ്പോൾ അതങ്ങോട്ട് നന്നായിട്ട് സവാളയും തക്കാളിയും കൂടെ നന്നായിട്ട് ചേർന്ന് വരണം. അതുവരെ ഈ തക്കാളി വേവിക്കണം. നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാതെ ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇത് തീ നന്നായിട്ട് കുറച്ച് വെക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടിയുടെ കുത്തലുകളൊക്കെ
ഈ നമ്മളിട്ടിരിക്കുന്ന പൊടിയുടെ കുത്തൽ പോകുന്ന വരെ ഇത് വഴറ്റിയെടുക്കണം. അതെങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒഴിച്ചിരിക്കുന്ന എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വരും. പൊടി ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ചേർക്കണേണ്. ഞാൻ കറിവേപ്പിലയെ ഒന്ന് ഈ എണ്ണ കിടന്നൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ചിക്കനും കൂടെ ചേർത്ത ശേഷം വെള്ളം ഒന്നും ഒഴിക്കരുത്. ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ പരട്ടി വെച്ചപ്പോഴും അതിൻ്റെ അകത്ത് വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഇപ്പോൾ ഈ കഷ്ണമിലേക്ക് ചേർത്ത ശേഷവും വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇപ്പം നമ്മളിത് പെരണ്ട രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴിക്കാത്തത്. ഇനിയിപ്പം ഇതിപ്പോൾ ഒന്ന് കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ഇത് നന്നായിട്ട് ചിക്കൻ വെന്തോളും. ഇനിയിപ്പം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും നന്നായിട്ട്. മൂടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. കൂടാതെ ഫ്ലെയിം ലോ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ആ ചെറിയ തീയിലിരുന്ന് വേണം ഇത് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. പിന്നെ ചിക്കൻ ഞാൻ ചെറിയ പീസസ് ആയിട്ടാണ് മുറിച്ചേക്കുന്നതും. അപ്പോൾ പെട്ടെന്ന് ചിക്കൻ വെന്തോളും. ഇതിപ്പോൾ ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയായിരുന്നു ഇത്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല പെരണ്ട് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് ഞാനിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വെള്ളം വറ്റിക്കുക. അപ്പം ഞാൻ ഇത്രേ ആക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഗരം മസാല ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചീന്തി അരിഞ്ഞതാണ്, അതിൻ്റെ അകത്ത് ചേർക്കാം. കുറച്ച് മല്ലിയില അതും ചേർക്കാം. അതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ പച്ചമുളക് ലാസ്റ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് എരിവൊന്നും ഇറങ്ങി വരത്തൊന്നുമില്ല. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ആ പച്ചമുളക് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.